ഏപ്രിൽ 21 മുതൽ സൗദിയിൽ ട്രക്കുകളുടെയും ബസ്സുകളുടെയും നിയമലംഘനങ്ങൾ പുതിയ സംവിധാനത്തിലൂടെ നിരീക്ഷിക്കാൻ പോവുകയാണ്. ചരക്ക് ഗതാഗതത്തോടൊപ്പം ട്രക്കും ബസ്സും വാടകയ്ക്കെടുത്തതും നിരീക്ഷിക്കും. അന്താരാഷ്ട്ര ഗതാഗത ബസ്സുകളും യാന്ത്രിക നിരീക്ഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാനാണ് തീരുമാനം. സൗദി ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റിയാണ് ട്രക്കുകളുടെയും ബസ്സുകളുടെയും ഗതാഗത ലംഘനങ്ങൾ യാന്ത്രികമായി നിരീക്ഷണം നടത്തുവാൻ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് അറിയിച്ചത്. ഗതാഗത സുരക്ഷ വർദ്ധിപ്പിക്കുക, ട്രക്കുകളെയും ബസ്സുകളെയും നിയന്ത്രിക്കുക, അതോറിറ്റി നിശ്ചയിച്ചിട്ടുള്ള സാങ്കേതിക മാനദണ്ഡം പാലിക്കുന്നതിന്റെ നിരക്ക് വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് പുതിയ നിർദ്ദേശം. ചരക്ക് ഗതാഗതം, ട്രക്കും ബസ്സും വാടകയ്ക്കെടുക്കൽ, അതോടൊപ്പം അന്താരാഷ്ട്ര ഗതാഗത ബസ്സുകളും ഏപ്രിൽ 21 മുതൽ യാന്ത്രികമായി നിരീക്ഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരും. രാജ്യത്തുടനീളമുള്ള വിവിധ പ്രദേശങ്ങളിൽ ഇവ നടപ്പിലാക്കും. നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുകയും ക്രമപ്പെടുത്തുകയും ചെയ്യും. കാർബൺ ബഹിഷ്കരണ നിരക്ക് കുറയ്ക്കുന്നതിനും സഹായകമാകും. ഇതുവഴി ദേശീയ ഗതാഗത തന്ത്രത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സഹായകമാക്കും. രാജ്യത്തെ പൊതുഗതാഗത ലോജിസ്റ്റിക് മേഖലയുടെ വളർച്ചയ്ക്കും സുസ്ഥിരതയ്ക്കും ഫലമുണ്ടാവുകയും ചെയ്യും. മാതൃഭൂമി ന്യൂസ്, റിയാദ്.